ഹലോ ഗൈസ്, നമുക്ക് അത്യാവശ്യമായിട്ടും സ്മോക്ക്ലെസ് ഫുഡ് സ്റ്റവ് കത്തിക്കുന്ന സമയത്ത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ അടുപ്പൊക്കെ കത്തിക്കാൻ എന്തിന് ഇത്രയും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ചുമ്മാ വിറക് വെച്ചുകൊണ്ട് കത്തിച്ചാൽ പോരെ. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ സ്മോക്ക്ലെസ് ഓവൻ കത്തിക്കുന്ന സമയത്ത് നിർബന്ധമായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ എന്ത് പറ്റും, നമ്മുടെ അടുക്കളയിലേക്ക് പുക വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ ഒരു പുകയിൽ വർക്ക് ചെയ്യുന്നൊരു അടുപ്പുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് ഇതിനകത്തേക്ക് നമ്മൾ എല്ലാ ദിവസവും കത്തിക്കുന്നതിന് ഈ ഒരു അടുപ്പ് കത്തിക്കുന്ന സമയത്ത് ഫ്ലെയിമിലും അതിൻ്റെ ചൂടിലും വർക്ക് ചെയ്യുന്ന ഈ അടുപ്പിലേക്ക് നമ്മൾ ജസ്റ്റ് പേപ്പർ ഒന്ന് കത്തിച്ച് ഇങ്ങനെ പിടിക്കുക. അപ്പോൾ അതിനകത്ത് ഇടരുത്. ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കരിയും ഈ പേപ്പറൊക്കെ ബ്ലോക്ക് ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് നമ്മളൊരു സെക്കൻഡ് കത്തിച്ച് പിടിക്കുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് വലിക്കാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മളിത് എടുത്തുകൊണ്ട് മാറ്റിയിടണം. അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പാത്രം ഏറ്റവും സ്യൂട്ടായിട്ടുള്ള പാത്രം അടുപ്പത്ത് വെക്കാൻ ശ്രമിക്കുക. ഇനി അഥവാ പാത്രം വലുതാണോ അതോ ചെറുതാണോ എങ്കിലൊരു റെഡ്യൂസറുണ്ട്, അത് യൂസ് ചെയ്തിട്ട് നമ്മൾ പാത്രം ഉപയോഗിക്കുക. ഓക്കെ, ഇത് ഈ ഒരു കൊതുമ്പ് കത്തുന്ന സമയത്ത് നല്ല പുക വരുന്നുണ്ട്. അപ്പോൾ ആ പുക വരെ ഇവിടുന്ന് കത്തുന്നതാണ്, ഇവിടുന്ന് പുകയുന്നതാണ്. അപ്പോൾ അതുവരെ അകത്തേക്ക് വലിച്ചുകൊണ്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ വിറക് വെച്ച് കത്തിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഈ വിറക് വെക്കുന്ന സമയത്ത് ചിലരിങ്ങനെ വിറക് അടിച്ച് നിറച്ചകത്തേക്ക് കയറ്റി വെക്കും. അപ്പോൾ ചിലർ വിറക് നമ്മൾ മാക്സിമം ഉന്തി വെച്ച് അങ്ങ് അറ്റത്തേക്ക് വെച്ച് കത്തിക്കും, അങ്ങ് അകത്ത് കത്തിക്കോട്ടെ, അപ്പോൾ നന്നായിട്ട് കലത്തിൻ്റെ അടിയിൽ പെട്ടെന്ന് തിളയ്ക്കുമെന്ന്. പക്ഷേ അതൊരു തെറ്റിദ്ധാരണയാണ്. നമ്മൾ ഈ ഒരു അടുപ്പ് കത്തിക്കുന്ന സമയത്ത് അങ്ങോട്ട് വെച്ച് കത്തിക്കരുത്. കാരണം പുക വലിക്കുന്ന ആ ഫ്ലെയിമും വലിച്ചുകൊണ്ട് പൈപ്പിൽ കൂടെ പോകും. അതുകൊണ്ട് നമ്മൾ കുറച്ച് വലിച്ച് വെച്ചിട്ടേ കത്തിക്കാവുള്ളൂ. കാരണം ആ ഫ്ലെയിം അങ്ങോട്ട് വലിഞ്ഞു പോകുന്നതുകൊണ്ട് പാത്രം ചൂടാക്കാൻ താമസം കൊടുക്കും. അതുകൊണ്ട് കുറച്ച് ഇങ്ങോട്ട് കത്തിക്കണം. അപ്പോൾ കറക്റ്റ് ഫ്ലെയിം പാത്രത്തിൻ്റെ അടിയിലോട്ട് തന്നെ കിട്ടിക്കോളും. അപ്പോൾ ആ ഒരു പാചകം അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു കാലം വെള്ളം വെച്ച് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം നമ്മൾ ചുമ്മാ വെച്ചതാണ്. അപ്പോൾ നല്ല രീതിയിൽ അടുപ്പ് കത്തുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. നമ്മളൊരു 4 കഷ്ണം ചെറിയ വിറകെ വെച്ചിട്ടുള്ളൂ, പക്ഷേ അടിപൊളിയായിട്ട് അടുപ്പ് കത്തുന്നുണ്ട്, അടിപൊളിയായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര നേരം നമ്മൾ പാചകം അടിച്ചപ്പോഴത്തേക്കും വെള്ളം തിളച്ചു. അപ്പോൾ ഇതാണ് പറയുന്നത്, അടുപ്പ് കത്തിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന്.